എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ സ്കൂളിലെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒത്തുകൂടി. അപ്പം ആ ഒരു വീഡിയോയുടെ ലാസ്റ്റ് പാർട്ട് വീഡിയോ ആണിത് കേട്ടോ. ഓൾറെഡി ഞാൻ ഇതിൻ്റെ 2 പാർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പം നമ്മുടെ ആ ഒരു ജേണിയുടെ ആ ഒരു ദിവസത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പാർട്ടാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ നമ്മുടെ RP മോളിലോട്ട് പോയി. നമ്മൾ ചുമ്മാ കയറിയാണ് കേട്ടോ, പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അവിടെ ചെന്ന് എന്തെങ്കിലും കഴിക്കണം, ഇറങ്ങണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഡിസംബറിലായിരുന്നു ഞങ്ങളുടെ ഒരു മീറ്റപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് അതിൻ്റെ കുറേ ഡെക്കറേഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് മാള് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെയൊക്കെ നിന്ന് കുറേ പിക്ചേഴ്സൊക്കെ എടുത്തു. അതൊക്കെ ഞാൻ ആ ടൈമിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം സ്പെൻഡൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ നേരെ മേളിലോട്ട് പോയി. അങ്ങനെ എനിക്ക് തോന്നി ഞാൻ ഡിൻ്റെ ഫോൺ കൊടുത്തിട്ടാണ് വീഡിയോ എടുക്കാൻ പറഞ്ഞത്. ഫുൾ ഷേക്കായിരുന്നു, എല്ലാം കുറേ കട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് ബാക്കി കുറച്ച് വീഡിയോ ഉള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുകളിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും എസ്കലേറ്റർ കയറി. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ മാളിൽ വന്നിട്ടുള്ളവർക്കറിയാം, ഏറ്റവും മുകളിൽ നമ്മളുടെ കേന്ദ്രമായിട്ടുള്ള ഫുഡ് കോർട്ടുണ്ട്. ഞങ്ങൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലുതായിട്ടൊന്നും കഴിക്കട്ടെ, എന്തെങ്കിലും ഒരു ഡ്രിങ്ക് കുടിക്കാമെന്ന് കരുതി ഞങ്ങൾ അവിടെ ചെന്ന് കുറേ സ്റ്റോൾസ് ഉണ്ടല്ലോ, അവിടെ എല്ലാം ഞങ്ങളിങ്ങനെ തപ്പി പറക്കിയിട്ട് ഞങ്ങൾ ഏതോ ഒരു ഡ്രിങ്ക് ഇങ്ങനെ ഓർഡർ ചെയ്തു. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ചേട്ടൻ തൻ്റെ ഡ്രിങ്ക്സ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. എല്ലാം കൊണ്ടുവന്നില്ല കേട്ടോ, കുറച്ച് സാധനം മാത്രമേ കൊണ്ടുവന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് പിന്നെ വലിയ പക്ഷാഭേദമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളെല്ലാം ടേസ്റ്റ് ചെയ്തു. ഞാൻ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ എക്സ്പ്രഷൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. സംഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര മധുരമായിരുന്നു. ഭയങ്കര മധുരം വെച്ചാൽ ഓവർ മധുരമായിരുന്നു കേട്ടോ. സാധാരണ നമുക്ക് മധുരം എന്ന് പറയുന്നത് ഇഷ്ടമല്ലേ, പക്ഷേ ഇത് ഭയങ്കര ഓവർ മധുരമായിരുന്നു. മറ്റേ നമ്മൾ പൈനാപ്പിൾ ഫ്ലേവർ പറയുന്നെങ്കിൽ അതിൻ്റെ ആ ഒരു ക്രഷ് ആഡ് ചെയ്തിട്ടുള്ള സംഭവമായിരുന്നു. ഞാനപ്പം നമ്മുടെ ആ ഒരു സോഡ ലൈം ഇല്ലേ, അത് തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. താങ്ക് യു. കെടിയത് എൻ്റെ നാടി എനിക്ക് ഭയങ്കര കുറച്ചാണ് ഞാൻ ഇച്ചിരി കുടിച്ചോട്ടെ. അങ്ങനെ കെഞ്ചി കരഞ്ഞ് പിഴിഞ്ഞ് ഞാനത് വാങ്ങിയിട്ടുണ്ട്, കുടിച്ചു, ഇഷ്ടപ്പെട്ടു. വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ല തണുപ്പുള്ള നല്ല സോഡയുള്ള ഒരു ലൈം സോഡയായിരുന്നു. ഞങ്ങളത് കുടിച്ചു. ഞാനും ഡിൻ്റെ ആയിരുന്നു അത് ഓർഡർ ചെയ്തത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലെന്ന്. അങ്ങനെ അവിടെ കടയിലൊക്കെ കയറി ഇറങ്ങി നടന്നപ്പം ഡിൻ്റെക്കൊരാഗ്രഹം ഡ്രസ്സ് വാങ്ങണമെന്ന്. അങ്ങനെ അവൾ ഡ്രസ്സ് വാങ്ങി കയറി. ഇത് ട്രെൻഡ്സാണോ വേറെ ഏതെങ്കിലും ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞങ്ങൾ ട്രെൻഡ്സിലും കയറിയായിരുന്നു, വേറൊരു ഷോപ്പിലും കയറിയായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഡിൻ്റെക്കൊരു ടോപ്പൊക്കെ എടുത്തു. ഞാനിങ്ങനെ ചെറുപറ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടന്നു. അപ്പോൾ ഡിങ്കു താണ്ടെ ഡ്രസ്സൊക്കെ എടുക്കുന്നുണ്ട്. ജോയാണ് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനൊരു ദിവസം തൊട്ട് പ്രതീക്ഷിച്ചല്ല കേട്ടോ. ഞങ്ങളുടേതാ ഇങ്ങനെ ഫാമിലിയൊക്കെ വിട്ടിട്ട് ഞങ്ങളിങ്ങനെ കുറേ അടുത്തേക്ക് ഇങ്ങനെ നടക്കുന്നൊരു ദിവസം. എന്തായാലും നല്ല രസമായിരുന്നു. നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഇതിടയ്ക്ക് മീറ്റപ്പൊക്കെ വെക്കുക. അപ്പോൾ നല്ല രസമാണ് കേട്ടോ. പഴയ കൂട്ടുകാർക്കൊക്കെ മെസ്സേജ് അയച്ച് പെട്ടെന്ന് എന്താണ് ഇതൊരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു 1 ഡേ ട്രിപ്പൊക്കെ പോവുക. നല്ല രസമാണ്. നമ്മുടെ മെമ്മറീസൊക്കെ നമുക്കിങ്ങനെ പഴയതൊക്കെ കൈ കിട്ടും. അങ്ങനെ കൊല്ലത്ത് തന്നെ ട്രെൻഡ്സിൽ ഇരുന്ന സമയത്ത് ജോയുടെ ഹസ്ബൻഡ് അവിടെ വന്ന് ജോയെ കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ ഡിൻ്റെ പോയായിരുന്നു കേട്ടോ. പിന്നെ ബാക്കിയുള്ളത് ഞാനും അഞ്ജനയും മേധയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുണ്ടറ എളമ്പള്ളൂർ എത്തിയപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നി വീണ്ടും. അതൊരു തെറ്റാണോ? അല്ല. അപ്പം നമ്മുടെ കുണ്ടറ എളമ്പള്ളൂരുള്ള ഗോൾഡൻ ലോഫ് ബേക്കറി കയറിയിട്ട് ഞങ്ങൾ എന്തെങ്കിലും ഷേക്ക് വല്ലതും കുടിക്കാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഒരു ഡ്രൈ ഫ്രൂട്ട് ഷേക്ക്, പിന്നൊരു ബദാം ഷേക്ക്, പിന്നെ അതുപോലെ ഒരു ചോക്ലേറ്റ് ഷേക്ക്, ഇത്രയാണ് ഓർഡർ ചെയ്തത്. ഏറ്റവും വലിയ ചതി എന്ന് പറഞ്ഞാൽ ഇത് ഓരോന്ന് കൊണ്ടുവരുന്നതാണ് കേട്ടോ. കടയിൽ ഓർഡർ ചെയ്യുമ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാ സാധനവും ഒരുമിച്ച് കൊണ്ടുവരിക. അങ്ങനെ ഒന്ന് വന്നു, പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ വന്നു. എനിക്ക് പറഞ്ഞു എനിക്ക് മസ്റ്റായിട്ട് ഫോട്ടോ എടുക്കണം, അതുകൊണ്ട് 3 വന്നിട്ട് തൊട്ടാൽ മതി എന്ന് പറഞ്ഞ് 2 ഞാൻ വിലക്കി നിർത്തിയിരുന്നേ. അങ്ങനെ 3ാമത്തെ ഷേക്കും വന്നു. വന്നപ്പോൾ അവിടെ അടിയായി കേട്ടോ. നമ്മൾ ഓരോരുത്തരുടെ ഫ്ലേവറൊക്കെ പറഞ്ഞ് ഓർഡർ ചെയ്തിട്ട് 3 അറഞ്ചും പുറഞ്ചും അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കുമായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.
ഇത് കണക്ക് എവിടെയെങ്കിലും അകത്തിരുന്ന് എടുക്കുമ്പം എൻ്റെ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമിന് ഇപ്പോൾ ഒട്ടും ക്ലാരിറ്റി ഇല്ല. ഉടനെ ഒരു ഫോൺ വേങ്ങേണ്ട സമയമായിരിക്കുന്നു. അപ്പം ഇപ്പോൾ സമയം 6:15 അഞ്ചും മേധയുണ്ട് എൻ്റെ കൂടെ. എന്നെ അവർ മുക്കട ഇറക്കിയിട്ട് അവർ രണ്ടും വീട്ടിലോട്ട് പോവും. പടപ്പക്കരയാണ് മേധയുടെ വീട്, അഞ്ജുവിൻ്റെ വീട് കുമ്പളത്തും. അപ്പോൾ എനിക്കിനി ഞാൻ കുണ്ട്രമുക്കടയാണ് ഇറങ്ങിയത്. അവിടുന്ന് നേരെ എനിക്ക് വീട്ടിൽ പോകണം. അപ്പം അഞ്ചു മേധയൊക്കെ പോയി. അയ്യോ എല്ലാവരും പോയപ്പോൾ എനിക്ക് സങ്കടമായിരുന്നു അപ്പം കേട്ടോ. അപ്പം 6:40 ഞാൻ 6:15 മുക്കട വന്നതാണ്. 6:40 അന്ന് ബസ്സുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ബസ്സിൽ കയറി ഇങ്ങനെ പോവുമായിരുന്നു. ബസ്സിൽ പോയപ്പോൾ മൊത്തം ഞാൻ ഇന്നത്തെ കാര്യമൊക്കെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഒട്ടും ചിന്തിക്കാതെ പെട്ടെന്ന് നടന്നൊരു ദിവസമായിരുന്നു അന്നെന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കും നേരത്തെ പറഞ്ഞ പോലെ ഇതെനിക്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ എല്ലാത്തിനെയും വിളിച്ചുണർത്തു, എന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക. നല്ലൊരു ദിവസം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഞാൻ പൊരിക്ക് വന്നിറങ്ങിയപ്പോൾ ഏട്ടൻ എന്നെ വിളിക്കാൻ വന്നു. ഞാൻ പറഞ്ഞു കുണ്ടറ വരണ്ട, കുണ്ടറ വന്നാലും നമ്മൾ ഇങ്ങോട്ട് തന്നെയല്ലേ വണ്ടി ഓടിച്ച് വരുന്നത്, അവിടെ ബസ്സുണ്ടല്ലോ. അപ്പം ഞാൻ പൊരിക്ക് വന്നിറങ്ങാമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ അവിടെ വന്ന് നിന്നു. പിന്നെ ഞാൻ ഏട്ടനോട് ഫുൾ വിശേഷം പറയായിരുന്നു. പിന്നെ കുനാഫ കഴിക്കണമെന്ന് എഴുതിയതാ. കുനാഫ കഴിച്ചില്ല, അത് കഴിച്ചപ്പോഴത്തേക്ക് വയറ് നിറഞ്ഞു. പിന്നെ ഞങ്ങൾ RP മാളിൽ പോയി ഡ്രിങ്ക് പോലുള്ള സാധനം കുടിച്ച് എന്നിട്ട് പിന്നെ ബാക്കി വിശേഷങ്ങളെല്ലാം ഇങ്ങനെ വീട്ടിൽ വന്നിരുന്നു വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്തു, ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്ത് എല്ലാവരോടും പറഞ്ഞു. പിന്നെ അന്ന് ക്രിസ്മസിൻ്റെ ടൈം ആയതുകൊണ്ട് വീട്ടിൽ കരോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാനതൊന്നും ഇട്ടില്ല. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് ഓണം ആവാറായപ്പോഴാണ് ക്രിസ്മസിൻ്റെ കാര്യങ്ങളൊക്കെ ഇടുന്നത്. എന്തായാലും കരോളൊക്കെ ഞങ്ങൾ എല്ലാവരോടും കണ്ടു. നല്ല രസമുള്ളൊരു ദിവസമായിരുന്നു. ഇപ്പം ഞാൻ ഈ വീഡിയോ ഇത്രയും നാൾ കഴിഞ്ഞ് അപ്ലോഡ് ചെയ്തപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞാൻ എൻ്റെ ലിങ്ക് ഇട്ടു. അപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യണമെന്നുള്ള അനക്കമൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഉടനെ അടുത്തത് പോകാൻ സാധ്യതയുണ്ട്. അപ്പം അതൊക്കെ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അതൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഇതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ID, അവിടെ നിന്ന് ഫോളോ ചെയ്തേക്കാൻ മറക്കല്ലേ. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.